പണ്ടത്തെ കാലത്തെ കുടുംബങ്ങളും ഇന്നത്തെ കാലത്തെ കുടുംബങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, പണ്ട് സ്ത്രീകൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് വീട്ടിലിരിക്കുകയും പുരുഷൻ ജോലിക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. കാലം മാറി ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സ്ത്രീകൾ പോയി വേൾഡ് കപ്പൊക്കെ നേടിക്കൊണ്ടുവരുന്ന കാലമാണ്. കാരണം സ്ത്രീകൾ അത്രത്തോളം വളർന്നു കഴിഞ്ഞു. അവരുടെ വളർച്ചയുടെ ഭാഗമാണ് ഒട്ടുമിക്ക കുടുംബങ്ങളിലും ചിലപ്പം ഏറ്റവും കൂടുതൽ ഇൻകം കിട്ടുന്നത് പോലും സ്ത്രീകളാണ്. പണ്ട് കാലത്തിൽ ഫിനാൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി മൊത്തം ഒരു പുരുഷനായിരുന്നെങ്കിൽ ഇന്ന് സ്ത്രീകൾ അത് പങ്കുവെക്കുവാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ കാലത്തെ ഒരു ഫാമിലി എന്ന് പറയുകയാണെങ്കിൽ, എസ്പെഷ്യലി ഭാര്യ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഷെയർ. നമ്മൾ രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ഒരേപോലെ ഷെയർ ചെയ്യാൻ സാധിക്കണം. കുടുംബത്തിലെ പേരൻറ്റിങ് ഒരേപോലെ ഷെയർ ചെയ്യാൻ സാധിക്കണം. നമ്മളുടെ പർച്ചേസിങ് ആണെങ്കിൽ ഒരുപോലെ ഷെയർ ചെയ്യാൻ സാധിക്കണം. ഫൈനാൻസ്, അങ്ങനെ എല്ലാ മേഖലയിലും ആ ഒരു ഷെയറിങ് നമ്മളില്ല എങ്കിൽ ഒരാൾക്കത് എപ്പോഴും സ്ട്രെസ്സായി മാറും. പണ്ട് പുരുഷന്മാർക്ക് ഫൈനാൻസ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. കാരണം അവർ ഒറ്റയ്ക്കായിരുന്നു ആ ഫൈനാൻസ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒരാൾ വന്നു. അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കണം. പല പുരുഷന്മാർക്ക് കുക്ക് ചെയ്യുക എന്ന് പറയുന്നത് എന്തോ വലിയ പോരായ്മയായിട്ടാണ് കാണുന്നത്. എന്നാൽ പല 5 സ്റ്റാർ ഹോട്ടലിലെയും ഏറ്റവും മെയിൻ കുക്കുകാരെ എടുത്ത് നോക്കിയാൽ അതെല്ലാം പുരുഷന്മാരാണ്. പുരുഷന്മാർ കുക്ക് ചെയ്യുന്നതിന് ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷേ നമ്മുടെ ട്രഡീഷനിൽ നിൽക്കുകയാണ്. കാരണം പുരുഷന്മാർ കുക്ക് ചെയ്യുന്നത് എന്തോ തെറ്റാണ് എന്ന് നമ്മളുടെ പൂർവികർ പറഞ്ഞു. അത് നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് യു നീഡ് ടു കുക്ക്. കുഞ്ഞുങ്ങളാണെങ്കിൽ പെണ്ണാണെങ്കിൽ അവരെ കുക്ക് ചെയ്യാൻ പഠിപ്പിക്കണം. അതൊരു സ്കില്ലാണ്. കുഞ്ഞുങ്ങളെ വളർത്താൻ നമുക്ക് അറിയത്തില്ല എങ്കിൽ അത് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ച് നമ്മളത് ഭംഗിയായിട്ട് ചെയ്യുമ്പോഴാണ് ഒരു ഐഡിയൽ ഫാമിലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൈകോർത്ത് ഒന്നിച്ച് നമുക്ക് ഭാരങ്ങൾ ചുമക്കാം. ആ ഭാരങ്ങൾ ഒന്നിച്ച് ചുമക്കുമ്പോൾ ഉണ്ടല്ലോ, അത് ഭയങ്കര ബ്യൂട്ടിയാണ്. അവിടെ നമുക്ക് റിയൽ ലവ് നമ്മൾ അനുഭവിക്കുക തുടങ്ങും. അവിടെ റിയൽ പ്രണയം നമ്മൾ അനുഭവിച്ചു തുടങ്ങും. അവിടെ റിയൽ സപ്പോർട്ട് നമ്മൾ അനുഭവിച്ചു തുടങ്ങും. ആൻഡ് ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് റിലേഷൻഷിപ്പ്. Healing is possible. Have a great relationship.